മോശപ്പെട്ട സ്വഭാവം ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അത് തന്നെയാണ്, പെട്ടെന്ന് ദേഷ്യം വരും. അത് തന്നെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം. പ്രോമിയുടെ സ്വഭാവങ്ങളിലൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. പിന്നെ രണ്ടാം ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പറയും, ഞാൻ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ ആരെയും അങ്ങോട്ട് പ്രേമിച്ചിട്ടില്ല, എല്ലാവരും എന്നെ ഇങ്ങോട്ടാണ് പ്രേമിച്ചേക്കണേ. ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറയും. അതിലാണ്ട് അങ്ങനെ കല്യാണം കഴിച്ചത് ഭയങ്കര കഷ്ടമായി, അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇതുവരെ തോന്നിയിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ തോന്നാം, ഇനിയുള്ള കാലങ്ങളിൽ ചിലപ്പോ തോന്നിയേക്കാം. അതല്ലേ ഡ്രസ്സിങ്ങിന്റെ കാര്യം നാസർ പറഞ്ഞല്ലോ, അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം. ചില നാട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. ഇപ്പോൾ റെജീല മെലിഞ്ഞ കുട്ടിയായതുകൊണ്ട് ടൈറ്റ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് ബോറില്ല. അതേസമയത്ത് ഒരു വണ്ണുള്ള കുട്ടിയാണ് ടൈറ്റ് ഡ്രസ്സ് ഇടണമെങ്കിൽ, ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. മറ്റുള്ളവർ അവളുടെ എവിടെ നോക്കും. ഇപ്പോൾ എനിക്ക് ജീൻസ് ഇടാൻ ഇഷ്ടമുണ്ട്, ഇവിടെ വന്ന് ഞാൻ ജീൻസ് ഇടുന്നുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ നാട്ടിൻപുറത്താണ്, അവിടെ ചെന്നാൽ ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷെ ഹസ്ബൻഡ് പറയും ഇട്ടോളൂ, അതിനെന്താ പ്രശ്നം എന്ന്. പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാനാവാത്തതുകൊണ്ട് ഞാനത് ചെയ്യില്ല. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്, ആഴ്ചയിൽ വീട്ടിൽ പോകാറുള്ളൂ. പുഴ കടന്ന് പിള്ളേരെ സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുഴയ്ക്കക്കരയാണ് വീട്. അപ്പോൾ ആഴ്ച വീട്ടിൽ പോയി വരുന്ന സമയത്ത് രാവിലെ വരുമ്പം നിറയെ ജോലിക്കാരും കുട്ടികളും ബസ്സിൽ നിൽക്കുകയാണ്. എനിക്ക് സീറ്റ് ഇട്ടില്ല, മക്കളെ ഞാനൊരു സ്ഥലത്ത് എവിടെയോ ഇരുത്തി, ഞാൻ ഈ തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുക, ഭയങ്കര തിരക്കാണ് ബസ്സിനകത്ത്. അപ്പോൾ ഒരു പെൺകുട്ടി ഫ്രണ്ട് സീറ്റിലിരിക്കുന്നുണ്ട്, അവൾ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ അവളുടെ ടൈറ്റ് ഡ്രസ്സാണ് ചുരിദാർ, വൺ സൈഡ് ഷോൾ ഇട്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർ മഞ്ചേരി എത്തുന്നത് വരെ ഈ കുട്ടിയുടെ ദേഹത്താണ് കണ്ണ്. എനിക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഞാൻ മനസ്സിലത് അടക്കി പിടിച്ചു. അവിടെ എത്തി കുട്ടി ഇറങ്ങുന്ന തിരക്കിൽ കൂടെ ഞാൻ ഇറങ്ങി ആ കുട്ടീനെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു, ഡ്രസ്സ് ചെയ്യുമ്പം നീറ്റായിട്ട് ഡ്രസ്സ് ഇടണം, അയാൾ നിന്നെ നോക്കി നീ കണ്ടോന്ന് ചോദിച്ചു. ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. എന്നാൽ കാണണം എന്ന് പറഞ്ഞു. ഇനി മേലിൽ ഇങ്ങനെ ടൈറ്റായിട്ട് ഡ്രസ്സ് ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഷോള് നന്നായിട്ട് മറച്ചിട്ട് വേണം ഇരിക്കുക, അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ജീവൻ ആ ബസ്സിലുള്ളത്. നമ്മളെ നോക്കിയാൽ മതി, നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ലേ. നമ്മൾ ശ്രദ്ധിക്കാം, അത് നോക്കിക്കോട്ടെ, അവന്റെ കണ്ണുകൊണ്ട് നോക്കണം, അവന്റെ നമ്മുടെ മേത്ത് ശരീരത്തിൽ നമുക്ക് പറഞ്ഞു പറ്റുന്നില്ലല്ലോ, അത് മതി. കുട്ടി മാത്രം, കുട്ടിയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. അയാള് ഒരു പുരുഷനാണ്, പുരുഷന്മാര് നോക്കും, എന്ത് കണ്ടാലും നോക്കും. പുരുഷന്മാരല്ലേ, ഞാൻ തന്നെ ആ കുട്ടിയെ നോക്കി. പിന്നെ പുരുഷന്മാരെ കാര്യം പറയാനുണ്ടോ? ഈ രജനി പറഞ്ഞതിനോട് ഞാൻ ഒപ്പോസ് ചെയ്യുന്നത്, കാരണം ഞാൻ ഡോളി മേഡത്തിന്റെ കൂടെയാണ്. കാരണം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കുന്നതുകൊണ്ടല്ലേ നോക്കപ്പെടാൻ വിധിക്കപ്പെടുന്നത് നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടോ? എത്രയോ പേര് ടൗണിൽ കൂടി പോകുന്നു, ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കാൻ ശ്രദ്ധിക്കുന്ന കുട്ടികളെയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഡ്രസ്സിംഗിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളത് ഡോളി മേഡം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ആ ഷോള് യഥാസ്ഥാനത്ത് ഇടാത്തത് കൊണ്ടാണല്ലോ ഡ്രൈവർ അവിടേക്ക് നോക്കിയത്. യഥാസ്ഥാനത്തെ ഷോളും ഡ്രസ്സും കിടന്നെങ്കിൽ സ്ഥാനത്തല്ലേ ഷോള്. ഹലോ മാം, എന്നാ പിന്നെ മാം